ഹായ് ഓൾ ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ്. നമുക്കിന്ന് വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് നമ്മളിന്ന് ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. അപ്പം ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മൾ മെസ്സിലോട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന വഴി. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു മരം നിൽപ്പുണ്ട്. അത് ആക്ച്വലി അത് എന്ത് മരമാണെന്ന് എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് അതിൻ്റെ പേര്, പക്ഷെ മറന്നുപോയി. നല്ല ഭംഗിയുള്ളൊരു പൂവാണത്. അപ്പോൾ നമ്മൾ രാവിലെ മെസ്സിലേക്ക് വന്നപ്പോൾ ഒരാൾ വാതിൽ നിൽപ്പുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മയിലുള്ള സ്ഥലമാണ്. ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാറനീലിയാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഇഷ്ടംപോലെ മയിലൊക്കെ ഉണ്ട്. ഇത് പെൺമയിലാണ്. ആൺമയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പെൺമയിലിനൊരു പ്രത്യേകതരം കളറൊക്കെയാണ്. നമുക്ക് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാം. അവർക്കാണെങ്കിൽ മയിൽപ്പീലി ഒത്തിരി ഇല്ലേം താനും. നമ്മൾ സ്കൂളിൽ ഇപ്പം നല്ല കാടാണ്. ഘോര വനമല്ല, ഉള്ളിലോട്ടാണ് ഘോര വനം വരുന്നത്. ഇതാണ് ഹോസ്റ്റലിലേക്കുള്ള വഴിയൊക്കെ. നമ്മുടെ മെസ്സിനോട് ചേർന്ന് നിറച്ച് മൾബറി ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വന്ന് ഇത് പറിച്ചുകൊണ്ട് തീർത്തിട്ടേക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഇത് രണ്ടാമതെല്ലാം പൊട്ടിക്കിളുത്തിട്ടുണ്ട്. അല്ലെ, പൊട്ടിക്കിളുക്കുകയല്ലോ, കായ്ക്കുമല്ലേ. കുട്ടികൾ മാത്രമല്ല കേട്ടോ, അധ്യാപകരും ഇത് വന്ന് പറിക്കാറൊക്കെ ഉണ്ട്. മൾബറിയൊക്കെ ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ സുഹൃത്ത് മൾബറി മരത്തിൽ വരഞ്ഞ് കയറി. താഴെ ഒരു മേശ കിടപ്പുണ്ട്, അതിന് മുകളിൽ കയറി നിന്നിട്ടാണ് ഈ പറിച്ച് കയ്യിൽ തന്നത്. നമുക്കിതൊക്കെ ഒരു രസമാണല്ലോ. ഈ തിരക്ക് പിടിച്ച് സ്കൂൾ ലൈഫിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം. അപ്പം നമ്മൾ മൾബറിയൊക്കെ പറിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് മൾബറി മരം കണ്ടാൽ പിന്നെ അതിൻ്റെ ചുട്ടും ഞങ്ങൾ മാറാറില്ല. നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഈ ഒരു കാട്ടിൽ നിന്നാണ് എപ്പോഴും മയിൽ കരയുന്ന കേൾക്കാം. നല്ല സൗണ്ടാണ്. നമ്മളെ രാവിലെയൊക്കെ ഉണർത്തുന്ന ഇവരാണ് കേട്ടോ. ഇത് സൺഡേ ആയിട്ട് തന്നെ ഹോസ്റ്റലിൽ ചിക്കൻ ഉണ്ടായിരുന്നു. ആഴ്ചയിൽ ഒന്നാണ് നമുക്ക് ചിക്കൻ പ്രൊവൈഡ് ചെയ്യുന്നത്. തേഴ്സ്ഡേ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്, മീനില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ. കാര്യം കഴിക്കാൻ അങ്ങനെ കിട്ടാറില്ല. ഇതെന്ത് മരമാണെന്നാ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ ഹോസ്റ്റലിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൂ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. കോളാമ്പിയുടെ ആകൃതിയാണ് അത്. പക്ഷേ ഇതെന്ത് പൂവാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ ഹോസ്റ്റലിനോട് ചേർന്നൊരു കണിക്കൊന്ന മരം ഉണ്ട് കേട്ടോ. ആവശ്യമുള്ള സമയത്ത് വരത്തില്ല, ആവശ്യമില്ലാത്തപ്പോൾ പൂക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളത്. ഇപ്പോൾ സംഭവിച്ചു. ജൂലൈ മാസത്തിൽ എവിടെയാണ് കണിക്കൊന്ന പൂക്കുന്നത്? അപ്പം നമ്മൾ വൈകുന്നേരം ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയേക്കുവാണ്. കൂട്ടത്തിൽ ചായയും കൂടെ കുടിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഒന്ന് നടന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വരുമ്പോൾ ഉള്ള സുഖമൊന്നും വേറെ തന്നെയാണല്ലോ. സൺഡേ നമുക്കിതൊക്കെ പറ്റാറുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നു. വൈകിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഈ ഒരു ബനാന പുഡിങ് കേക്ക് മേടിച്ച് വൈകിട്ടങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടത്തെ ചോറ് നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റുന്ന അത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്